കഴിഞ്ഞ ചൊവ്വാഴ്ച SDPIയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ ഒരു വൻ കലാപം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ SDPI എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലിൽ മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, RSSന് ആളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു തീവ്രവാദ ഫ്രിഞ്ച് എലമെൻറ്റ്. ഈ ഫ്രിഞ്ച് എലമെൻ്റ് എന്ന വാക്ക് എൻ്റേതല്ല. ഡോക്ടർ ഫസൽ ഗഫൂർ ഇവരെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നൊരു വാക്കാണ് ഫ്രിഞ്ച് എലമെൻറ്റ്സ്. ഇസ്ലാമിക തീവ്രവാദികൾക്കൊരു ധാരണയുണ്ട്, ഈ ലോകം മുസ്ലിങ്ങളുടെ കീഴിൽ കൊണ്ടുവരാമെന്ന്. 700 കോടിയിൽ പരം ജനസംഖ്യയുള്ളപ്പോൾ 120 130 കോടി ആളുകൾ, അതിൽ ഈ തീവ്രവാദികൾ വളരെ വളരെ കുറവാണെങ്കിൽ അവർ വിചാരിക്കുന്നു ലോക ജനസംഖ്യയുടെ മസ്തിഷ്കത്തെ ഞങ്ങൾ മാറ്റാൻ സാധിക്കും. എത്ര മൗഢ്യമായ ഒരു ചിന്താഗതിയാണ്. അള്ളാഹു വിചാരിച്ച് നടക്കാത്ത കാര്യമാണ്. 1 ലക്ഷത്തിൽ പരം അമ്പിയ മുസ്ലിങ്ങളെ അയച്ച് അള്ളാഹു തീവ്ര ശ്രമം നടത്തിയിട്ട് പോലും നടക്കാത്ത ഒരു കാര്യം. അക്കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ സന്തത സഹചാരിയായ അല്ലെങ്കിൽ അവരിൽ നിന്ന് പാഠം പഠിക്കുന്നവരാണ് ഒരു തീവ്രവാദ സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. പുലികേശി MLA ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ മരുമകൻ നവീൻ എന്നൊരു പയ്യൻ നബിയെ നിന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. ആയിരിക്കാം, ഇല്ലാതിരിക്കാം. ആ പോസ്റ്റൊക്കെ ഫേസ്ബുക്കിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല. ആ MLAയുടെ പേര് ശ്രീനിവാസ് മൂർത്തി എന്നാണ്. അഖണ്ഡ ശ്രീനിവാസ മൂർത്തി എന്നുള്ളതാണ്. നവീൻ ഉന്നയിച്ചൊരു കാര്യം മുഹമ്മദ് നബിയുടെ ഭാര്യ ഐഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. അതിന് മുമ്പൊരു കാര്യം പറയട്ടെ. ഞാൻ കടുത്ത ഒരു ഇസ്ലാമിക വിമർശകനാണ്. പക്ഷേ ഞാൻ വ്യക്തിപരമായി നബിയെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കല്യാണത്തെയോ അദ്ദേഹം ജീവിച്ച സാഹചര്യങ്ങളിലെ ചുറ്റുപാടുകളെ എടുത്തു പറഞ്ഞ് വിമർശിക്കാറില്ല. കാര്യം ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് വരെ ചെറുപ്രായത്തിൽ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത്, പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് പതിവായിരുന്നൊരു സംസ്കാരമാണ് മനുഷ്യകുലത്തിലുണ്ടായിരുന്നത്. അതിന് നബിക്ക് എങ്ങനെ വേറിട്ട് നിൽക്കാൻ സാധിക്കും? നമ്മളതിനെ എതിർക്കാൻ കാരണം, അതിനെ വിമർശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ പകർത്താൻ സാധ്യമല്ല. അതൊരു കഥയായി കണ്ട്, അന്നത്തെ നാട്ടുനടപ്പായി കണ്ട് നിങ്ങൾ പെരുമാറണമെന്നാണ് നമ്മൾ അവരോട് പറയുന്നത്. മൊത്തത്തിൽ ഇസ്ലാമിക വിമർശനം 2 തരത്തിലുണ്ട്. വളരെ ക്ലിയറായിട്ട് പറയാം. ഒന്ന്, നമ്മെപ്പോലുള്ള ആളുകൾ ഒരു പ്രബോധനത്തിൻ്റെ ഭാഗമായി, അതായത് നമ്മൾ ഇത്തരം കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണത്തിന് ശ്രമിക്കുന്ന ആളുകൾ. നമ്മുടെ ഉദ്ദേശം അവരെ പ്രകോപിപ്പിക്കുകയല്ല. അവർ ഇതിൻ്റെ ഇരകളെന്നാണ് ജബ്ബാർ മാഷ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിങ്ങൾ ഇസ്ലാമിൻ്റെ ഇരകൾ. ആ നിലയ്ക്ക് ഒരു ബോധവൽക്കരണ പ്രക്രിയ അതിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകുന്നുണ്ട് എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ മറ്റൊന്ന്, ഇന്ത്യയിലെ ഹൈന്ദവ ഫാസിസ്റ്റുകൾ എടുക്കുന്ന വിമർശനം പ്രകോപനപരമായി തന്നെ മുസ്ലിങ്ങളെ ഇളക്കി വിട്ട് കളി കാണാൻ വേണ്ടിയിട്ടുള്ള പ്രകോപന നീക്കത്തിൻ്റെ ഭാഗമായി ഈ നവീൻ അയോധ്യയിൽ ഈ രാമക്ഷേത്രത്തിന് കല്ലിട്ടതിന് ശേഷം ഒരുപാട് പ്രകോപനപരമായ ഒരുപാട് പോസ്റ്റ് ഇട്ടു എന്നും അതിൻ്റെ തുടർച്ചയാണ് ഇതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത്തരം വിമർശനങ്ങൾ സാമൂഹ്യ ദ്രോഹപരമാണ്. അതായത് ഇളക്കിയാൽ ഇളകുന്ന കിറുക്കൻ്റെ മുമ്പിൽ, കുരങ്ങൻ്റെ മുമ്പിൽ നമ്മൾ അതിനെ കളിപ്പിക്കാൻ പോയുള്ള അവസ്ഥ അവരത് ഉദ്ദേശിക്കുന്നുണ്ട്. അവരുടെ കളിപ്പാവയായി മാത്രം അധംപതിക്കുന്ന അധമവർഗമായി മാറുന്നുണ്ട് ഇവർ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മോശമായ വശം. കളിപ്പിക്കുമ്പോൾ നമ്മൾ കളിപ്പിക്കപ്പെടുകയാണെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഒരു വർഗമായി ഇവർ അധംപതിക്കുന്നു എന്നുള്ളതാണ്. DJ ഹല്ലി, KG ഹല്ലി ഏരിയയിലാണ് ഇത് അരങ്ങേറിയത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പോലീസിൽ പരാതി നൽകി. പോലീസ് നടപടിയെടുക്കാൻ അമാന്തിച്ചു എന്നാണ് ഇവരുടെ പരാതി. അപ്പം എനിക്ക് വികാരം വ്രണപ്പെട്ടു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടാൽ അവിടുത്തെ പോലീസുകാർ എൻ്റെ വികാര വ്രണപ്പെടത്തിൻ്റെ തോത് അതുപോലെ അളക്കണമെന്നില്ല, മനസ്സിലാക്കണമെന്നില്ല, അല്ലേ?
നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും ചില കാര്യത്തിൽ. നമുക്ക് ചുറ്റുമുള്ളവർക്ക് ആ സങ്കടത്തിൽ പങ്കാളിയാവണം, അത് പകർന്നെടുക്കണം, അത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് കുറവാണിത്. ഇനി പോലീസുകാരിലെ ഹിന്ദുക്കളില്ലേ, RSSകാരില്ലേ? കർണാടക ഭരിക്കുന്ന ആരാണ്? വോട്ട് നേടി MLA ഒരുപാടുള്ളൊരു സംസ്ഥാനമാണ്. അത്തരം ഒരു പോലീസ് സ്റ്റേഷനിൽ നടപടി എടുത്തില്ലെങ്കിൽ എന്ത് നടപടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? അവിടെ സ്ഥിരബുദ്ധിയുള്ള ആലോചന അതില്ലെങ്കിൽ എടുത്തു ചാടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. നമ്മുടെ വികാരം മുറ്റി നിൽക്കുകയാണെങ്കിൽ മറ്റു മതക്കാരും പോലീസും ഭരണാധികാരികളും ഇതൊക്കെ അപ്പടിക്ക് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് വികാരത്തെ വിചാരത്തിനും വഴിമാറ്റി വിട്ടുകൊണ്ട് എടുക്കേണ്ട നടപടികൾ എന്തൊക്കെ തീരുമാനിച്ച് ആയുധവും ധണ്ണും തോക്കും പെട്രോളുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ BJPക്ക് അളച്ചേർത്തി കൊടുക്കലാണ്. ഒരു മുസ്ലിം വിരുദ്ധ വികാരം, ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങേയറ്റം ഇന്നേ വരെ SDPI ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. അവർക്കതല്ലാതെ അറിയില്ല. വെറും കുട്ടിക്കുരങ്ങന്മാരാണ്. കളിപ്പിക്കുന്നതോ BJPയും RSSുമാണ്. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ അയാളോട് ഈ സംഭവത്തിന് ശേഷം ഫോണിൽ കൂടി വിളിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇതൊക്കെ തെമ്മാടിത്തരമാണ്. ഇന്ന് ലോകമെമ്പാടും എല്ലാ ആളുകളും ഉപയോഗിക്കുന്നതാണ് ഫേസ്ബുക്ക്. അതിൽ കിറുക്കൻ കാണും, വിവരമുള്ളവൻ കാണും, വിവരം കെട്ടവൻ കാണും. ഇളക്കിവിടാനായിട്ട് തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുണ്ടാവും. അവരുടെയൊക്കെ പോസ്റ്റിൻ്റെയൊക്കെ പുറക്കെ കഴിഞ്ഞാൽ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു മുസ്ലിമാണ്, ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, എന്നോട് യുക്തിവാദം തർക്കിക്കുന്ന ഒരു സുഹൃത്താണ്. എത്ര നല്ല വിലയിരുത്തൽ നോക്കുക. ഇതിൽ രണ്ട് കാര്യം മനസ്സിലാക്കാം. ബോധപൂർവമായിട്ട് ഇത്തരം കാര്യങ്ങളെ അവർ വിശകലനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷവും. പക്ഷേ ഈ അതിക്രമികളുടെ സൗണ്ട് വളരെ വലുതായതുകൊണ്ട് അത് ഉച്ചത്തിൽ കേൾക്കും. മറ്റവരുടെ സൗണ്ട് അവർ ഭൂരിപക്ഷമാണെങ്കിൽ പോലും പതിയെ ആയതുകൊണ്ട് പതുങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുക. MLAയുടെ മരുമകനാണ് പോസ്റ്റ് ഇട്ടത്. MLAയുടെ വീട്ടിൽ പോയി അത് കത്തിച്ച് ഒരു തലേണ പോലും ബാക്കിയില്ലാതെ ബാക്കി മുഴുവനും കൊള്ളയടിച്ചുകൊണ്ടു. പണ്ട് ബേക്കറിയിൽ കേക്ക് തിന്നതുപോലെ. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ആ MLA ആണെങ്കിൽ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ നിന്ന് മത്സരിച്ച ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. BJPക്ക് കോൺഗ്രസിന് കാലാകാലങ്ങളായി വോട്ട് ചെയ്യുന്ന ദളിത് വിഭാഗക്കാരെ അടർത്തിയെടുക്കണമെന്നുണ്ട്. എന്തെളുപ്പത്തിലാണ് ഇപ്പോൾ സാധിച്ചു കൊടുത്തിരിക്കുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട MLAയെ ആക്രമിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പോലത്തെ വികാരം ദളിതുകൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അവരെവിടെ ചേക്കേറും എന്നുള്ളതാണ്. ആളെ കൂട്ടിക്കൊടുക്കലാണ്, വകതിരിവില്ലാതെ. 2000-ൽ പരം ആളുകൾ തടിച്ചുകൂടിയെന്നാണ് പറയപ്പെടുന്നത്. ആ ശ്രീനിവാസ രാമമൂർത്തി ചോദിച്ചു, ഞാൻ എന്തു പിഴച്ചു എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. മരുമകനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി ആക്രമിക്കൂ. മരുമകനെ അദ്ദേഹം ന്യായീകരിക്കുന്നില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. വോട്ട് ബാങ്കിനെ ഉദ്ദേശിച്ചാണെങ്കിൽ എന്തായാലും അയാൾ പരസ്യമായി ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. NDTV അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടതാണ്. അങ്ങനെയുള്ളപ്പോൾ അതിക്രമം, കൊള്ളിവയ്പ്, വാഹനങ്ങൾ കത്തിക്കുന്നത്, അത്തരമൊരു ഫോട്ടോ ഇന്ത്യൻ മീഡിയകളിൽ പ്രചരിപ്പിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വികാരത്തിൻ്റെ തള്ളിച്ച എത്രമാത്രം വലുതായിരിക്കും. അവിടെ വന്ന ആളുകളൊന്നും തനിയെ വന്നതൊന്നുമല്ല, സംഘടിപ്പിക്കപ്പെട്ടതാണ്, മനഃപൂർവ്വം സംഘടിപ്പിക്കപ്പെട്ടതാണ്. അതായത് ഈ പ്രദേശത്ത് SDPI സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനെ കൂട്ടുപിടിച്ചിട്ടു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷെ ഇക്കാര്യം നടക്കുന്നില്ല. ഇപ്പം ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കാൻ എർദോഗനെ പോലെ അവസരം കാത്തു കഴിയുന്ന കുറുക്കന്മാരാണ്. അവരെ നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളതാണ്. 2000 ആളുകൾ ഒത്തുകൂടിയപ്പോൾ അന്നേ ദിവസത്തെ വാർത്ത എന്തെന്നറിയാമോ?
67,066 ന്യൂ കോവിഡ് കേസസ്. ഇന്ത്യ കുതിച്ചുയരുകയാണ്. ലോകത്തെ മറ്റ് രാജ്യങ്ങളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് മരണത്തിൽ നമ്മൾ 3-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം നേടാൻ ഇനി അധിക കാലം വേണ്ടിവരില്ല. കൂട്ടം കൂടാൻ പാടില്ല എന്നുള്ള കർക്കശമായ ഒരു സ്വയം നിയന്ത്രണത്തിൻ്റെ വകവയ്ക്കാതെ എത്ര ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഇവറ്റകൾ തെരുവിലിറങ്ങി എന്നുള്ളതാണ്. ഈ തബ്ലീഗുകാർ ഡൽഹി നിസാമുദ്ദീനിൽ ഈ കോവിഡുമായി ഉണ്ടാക്കി വെച്ച വിന RSSകാർക്ക് തബ്ലീഗി ജിഹാദ് എന്ന് പറഞ്ഞ് കോവിഡ് ജിഹാദ് എന്ന് പറയാനുള്ള പാങ്കുണ്ടാക്കി കൊടുത്തത് ആരാണ്? ഈ മുസ്ലിം സമുദായത്തിനകത്ത് മതം തലയ്ക്ക് കയറി ഭ്രാന്തു മൂത്ത കുറേ ആളുകളുണ്ട്. സാദാ സീതാ മുസ്ലിങ്ങൾ അങ്ങനെയൊന്നും അല്ല. അവർ സ്വയം ജീവിക്കാൻ വേണ്ടിയിട്ട് വളരെ പണിപ്പെടുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ ദരിദ്ര വിഭാഗങ്ങളാണ്. ജോലിയില്ല, കൂലിയില്ല, തൊഴിലില്ല, സുരക്ഷയില്ല, തല്ലിക്കൊല്ലപ്പെടുകയാണ്. അങ്ങനെയൊക്കെ 100,000 പ്രശ്നം നേരിടുന്ന ഒരു ജനതയെ അതിൻ്റെ നേതൃത്വമെന്ന ശാപം ശത്രു വേട്ടയാടുന്നതിനേക്കാൾ വളരെ ശക്തമായി വേട്ടയാടുന്നു എന്ന് വേണം വിലയിരുത്താൻ. ഈ SDPI ഹാദിയ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ പ്രകടനം നടത്തിയെന്നുള്ളതാണ്. എന്തുമാത്രം വിവരം ഇവരെ നയിക്കുന്നു എന്നുള്ളതാണ്. ഒരു കോടതിയുടെ മുമ്പിൽ, അത് കോടതി വിധി എന്തുമായിക്കോട്ടെ, അങ്ങനെ പ്രകടനം നടത്തി ഒരു കോടതിയെ കൊണ്ട്, അതുപോലെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ കേസിൻ്റെ ആ ഒരു തീരാ കളങ്കം ആ സമുദായത്തിൽ നിന്നും മാറിയോ? കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ മുഖമുദ്ര. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അരങ്ങ് തകർത്ത ആളാണ് മദനി. ഇപ്പോൾ ബാംഗ്ലൂർ ജയിലിലാണ് അദ്ദേഹം ഉള്ളത്. അതുപോലും മറന്നുപോയി എന്നുള്ളതാണ്. പിടിക്കപ്പെട്ടാൽ പുറം കാണാതെ തന്നെ ശിക്ഷിക്കാനുള്ള ഒരു സംവിധാനം എതിരാളികൾക്കുള്ളപ്പോൾ അവരുടെ മുമ്പേ ചെന്ന് നിന്നുകൊണ്ട് പെരുമാറ് കാണിച്ചു വെടിവെക്കാൻ പറഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളതാണ്. 3 പേര് വെടിയേറ്റ് മരിച്ചു, പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു. കണ്ണീർ വാതകവും പിരിഞ്ഞു പോകാനുള്ള ആഹ്വാനവും ചെയ്തിട്ട് പിരിഞ്ഞു പോയില്ല. മട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്ന് പോലീസിനെ കല്ലെറിഞ്ഞു. പോലീസ് സ്റ്റേഷൻ കത്തിച്ചു കളഞ്ഞു. കണ്ണിൽ കണ്ട വാഹനങ്ങളൊക്കെ കത്തിച്ചു. പോലീസ് സ്റ്റേഷനിൽ ആകെ 10-20 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. 2000 ആളുകൾ പുറത്ത് തടിച്ചുകൂടിയിട്ട് ബഹളമുണ്ടാക്കുമ്പോൾ അവർ റിസോർട്ട് പോലീസിനെ വിളിച്ചു, വെടിവെച്ചു. 3 പേർ മരണപ്പെട്ടു. 3 കുടുംബങ്ങൾ അനാഥമായി പോകുന്നു എന്നുള്ളതാണ്. നേതൃത്വത്തെ ഇത് അലട്ടില്ല. ആ കുടുംബം എന്നും പട്ടിണിയിലും കഷ്ടപ്പാടിലും ഈ ദുഃഖമോർത്ത് നീറി കഴിയേണ്ട ഒരവസ്ഥയാണ് എന്നുള്ളതാണ്. ഗുജറാത്ത് കലാപം നമ്മൾ കണ്ടതാണ്. 2000 പേരെയാണ് നിഷ്കരണം ഇവന്മാർ കൊന്നൊടുക്കിയത്. ആ ശക്തികൾ ഭരിക്കുന്ന ഒരു നാട്ടിലാണ് വിരിമാറ് വിരിച്ചു നിന്ന് വെടിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു അക്ബർ വിളിച്ചു കഴിഞ്ഞാൽ അവന്മാർ വെറുതെ വിടുമോ? സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് യാസീൻ ഓതാൻ നിന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ ഡോക്ടർ ഷക്കീൽ അഹമ്മദെ, അയാൾ ഇന്ന് ജയിലിലാണ്. എന്തുകൊണ്ടാണ്? അയാൾ ഓക്സിജൻ നഷ്ടപ്പെട്ടു പോയ രോഗികൾക്ക് സ്വന്തം പാക്കറ്റിൽ നിന്ന് ഓക്സിജൻ വരുത്തി നൽകിയതിൻ്റെ കുറ്റത്തിന് UP സർക്കാർ അദ്ദേഹത്തെ ജയിൽ അടച്ചുവെങ്കിൽ നീതി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കേന്ദ്രമാണോ, ഒരു ഭരണകൂടമാണോ ഉള്ളതെന്ന വിവേകം പോലും മണ്ടയ്ക്കകത്ത് കയറാത്ത മണ്ടന്മാർ. UP എന്തൊക്കെ നടക്കുന്നു? ഫോൾസ് എൻകൗണ്ടറിൽ ആളുകളെ വെടിവെച്ചു വന്നിട്ട് കോടതി പോലെ ഇടപെട്ട് പറയുകയാണ് ഇതിനി മേലാൽ സംഭവിക്കാൻ പാടില്ല എന്ന്. പശുക്കടത്തിൻ്റെ പേരിൽ മോബ് ലിഞ്ചിങ്. കർണാടക ഭരിക്കുന്നത് ആരാണ്? എങ്ങനെ ഈ ഭരണത്തിൽ ഏറിയെന്നുള്ളതാണ്. ജനങ്ങൾ ഭൂരിപക്ഷം നൽകി ഈ ഭരണത്തിൽ ഏറിയതാണോ യെദ്യൂരപ്പ? അല്ല. വളഞ്ഞ വഴിയിലൂടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് പണം നൽകി MLA-മാരെ കടത്തി നേടിയെടുത്തൊരു വിജയമാണെങ്കിൽ, ജനാധിപത്യത്തെ പോലും കശാപ്പ് ചെയ്യാൻ മടിയില്ലാത്ത വളഞ്ഞ വഴികൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു ഭരണകൂടത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന്
അവരെ വെല്ലുവിളിക്കണമെങ്കിൽ മടയത്തരം ലോഡ് കണക്കിന് പോരാ, ടൺ കണക്കിന് പോരാ എന്നുള്ളതാണ്. 150 പേർ അറസ്റ്റിലായി. മദനി ബാംഗ്ലൂർ ജയിലിലാണ്. ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ലോകമാസകമുള്ള വർഗീയവാദികളെയും മറ്റും അതാത് രാജ്യങ്ങളിലെ സർക്കാരുകൾ കൈകാര്യം ചെയ്യുന്ന രീതി, അതൊക്കെ ആരും മനസ്സിലാക്കാൻ ആർക്കും മനസ്സിലാവും എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ഒരു ഡോക്ടർ, അദ്ദേഹം മതനിന്ദാക്കുറ്റം ആരോപിച്ച് 5 വർഷം ജയിലിൽ കിടന്നു. എന്തിനാണെന്നറിയാവോ? വധശിക്ഷയ്ക്ക്. കാരണം അവസാനം തൂക്കിക്കൊല്ലുകയായിരുന്നു. ഒരു പാവത്തിനെ 5 വർഷം ജയിലിലിട്ട് ദിവസം പ്രതി കൊല്ലാക്കൊല ചെയ്തുകൊണ്ടാണ്. നമ്മൾ മദനിയുടെ കാര്യം പറയുമ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ച കാര്യമാണിത്. ലോകവ്യാപകമായി ഇത്തരം അതിക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ കാണുന്നത് ഒരൊറ്റ വഴി കൂടെ, ഒരൊറ്റ ലെൻസേ ഉള്ളൂ. അത് കാണിക്കുന്നത് മാത്രം കണ്ടുകൊണ്ട് ഇളകിയാടുന്ന പേക്കൂത്തിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. പക്ഷെ അനുഭവിക്കുന്നത് പാവങ്ങളാണ്. നയിച്ച ആൾ വെടിയേറ്റില്ലല്ലോ, പാവപ്പെട്ടവനല്ലേ വെടിയേറ്റ് കൊന്നത്. അവൻ്റെ കുടുംബം, ആ ദുഃഖം, ഈ 150 പേരുടെയും ജീവിതം ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? ആ പോലീസ് വെറുതെ വിടുവോ? 200 ബൈക്കാണ് പോലീസുകാരുടെ കത്തിച്ചത്. പോലീസ് സ്റ്റേഷനകത്തുണ്ടായിരുന്ന 200 ബൈക്കുകൾ, പോലീസുകാരുടെ ബൈക്ക് കത്തിച്ചു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം എന്തായിരിക്കും? ആ പോലീസുകാരൊക്കെ മിതവാദികളായിരുന്നു എങ്കിൽ അവരെങ്ങോട്ടാണ് ഇനി ചിന്തിക്കേണ്ടത്? ഈ കശ്മലന്മാർ അവരെ എങ്ങനെ ചിന്തിപ്പിക്കും എന്നുള്ളതാണ്. ഇതാണ് പ്രധാനമായ ചോദ്യം. അതായത് ഭൂരിപക്ഷ തീവ്രവാദത്തെ ന്യൂനപക്ഷ തീവ്രവാദ സംഘടന കൊണ്ട് തോൽപ്പിക്കാനാകുമോ എന്നുള്ളത്. ആയിരക്കണക്കിനുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ശ്രീലങ്ക, അങ്ങനെ ഒരുപാട് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ വർഗീയവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സില്ലാത്തവന്മാരാണ്, നന്മയില്ലാത്തവന്മാരാണ്, മറ്റുള്ളവരോട് യാതൊരു താല്പര്യവും ജനാധിപത്യവും ഇല്ലാത്തവന്മാരാണ്. അവരെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ, അവരെ സംഘടിപ്പിച്ച് തോൽപ്പിച്ച് കളയാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഈ നടക്കില്ല എന്നുള്ള സിമ്പിൾ അരിത്തമാറ്റിക്. 100 വലുതോ 10 വലുതോ, 100നും 10നും ഒരേ സ്വഭാവമാണെന്ന് കരുതണം. തീവ്രവാദത്തിൽ ഇവർ രണ്ടുപേരും ഒരൊറ്റ അമ്മപ്പെട്ട സയാമീസ് ഇരട്ടകളാണ്, ഐഡൻറ്റിക്കൽ ട്വിൻസ്. യാതൊരു മാറ്റവുമില്ല അവർ രണ്ടുപേർക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം RSS എന്ന് പറയുന്നത്, SDP യാതൊരു വ്യത്യാസവുമില്ലാത്ത 2 തരം തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ഐഡൻറ്റിക്കൽ ട്വിൻസ്, ഒരമ്മ പെറ്റ. പത്രക്കാരെയും വെറുതെ വിട്ടില്ല. അപ്പോൾ ആരെയൊക്കെ വെറുപ്പിക്കാനൊക്കെ? ഇത് കാരണം ജനത്തെ വെറുപ്പിച്ചു, പോലീസിനെ വെറുപ്പിച്ചു, പത്രക്കാരെ വെറുപ്പിച്ചു. ഞാൻ എപ്പോഴും കരുതാറുള്ള ഒരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം 2 തരം മുസ്ലിങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതാറ്. 1400 മുസ്ലിംസ്, 2020 മുസ്ലിംസ്. എന്താ ഈ 1400 മുസ്ലിംസ്? 1400 വർഷം മുമ്പത്തെ ആ ഒരു ഗോത്ര സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ഇന്നേ കാലഘട്ടത്തിൽ പകർത്താൻ നിൽക്കുന്ന ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികൾ, അല്ലെങ്കിൽ ബുദ്ധിയുണ്ട് എന്ന് കരുതിക്കൊണ്ട് തീർത്തും മണ്ടത്തരങ്ങൾ ചെയ്യുന്ന 1400 മുസ്ലിങ്ങൾ. മറ്റത് 2020 മുസ്ലിംസ്. അവരാണ് ബഹുസ്വര സമൂഹത്തിൽ ഇടപഴകിക്കൊണ്ട് അവരുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് തങ്ങളുടെ വിശ്വാസത്തെ മനസ്സിലൊതുക്കിക്കൊണ്ട് ജീവിക്കുന്ന ഭൂരിപക്ഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഭൂരിപക്ഷമാണെങ്കിലും ഉച്ചത്തിൽ ഒച്ചയിടാനുള്ള, ഓരിയിടാനുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളതാണ്. NDTV ഇന്നലെ ബാംഗ്ലൂരിലെ ഒരു മുസ്ലിം നേതാവിനെ കണ്ട് ചോദിച്ചു കാര്യങ്ങൾ. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അമ്മയെ പറഞ്ഞാൽ ഞാൻ സഹിക്കും, നബിയെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ സഹിക്കില്ല. അവിടെയാണ് കാര്യം. ഇവന്മാരാണ് ശാപം. നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഫേസ്ബുക്കിൽ
നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, കോടിക്കണക്കിന് പോസ്റ്റ് വന്നുകൊണ്ടിരിക്കും. ഇനിയും വരും. ഇന്ന് തന്നെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ അതിൻ്റെ പ്രതികരണം എന്നത് എത്രത്തോളം നിന്ദാപരമായ പോസ്റ്റുകളാണ് വന്നത്. അതിനെതിരെയൊക്കെ പ്രതികരിക്കാൻ പോയാൽ എവിടെ ചെന്ന് നിൽക്കും എന്ന് മനസ്സിലാക്കണ്ടേ. ആ ഉസ്താദ് പറയുന്നത് അങ്ങനെയാണ്. അമ്മയെ പറഞ്ഞാലും സഹിക്കാം, നബിയെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ തീവ്രവാദത്തിലേക്ക് തിരിയും, അവർ വയലൻസ് ഉണ്ടാക്കുമെന്നാണ് ഒരു NDTV മാധ്യമം, ഇന്ത്യ ഒട്ടുക്ക് മാത്രമല്ല അഖില ലോക ആളുകൾ കാണുന്ന ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയാനുള്ള ഈ ചങ്കൂറ്റമുണ്ടല്ലോ, അവിവേകത്തിൻ്റെ ചങ്കൂറ്റം, അതാണ് ഒരു പരിധിവരെ മുസ്ലിങ്ങളെ നയിച്ചു തെറ്റിലേക്ക് നയിക്കാൻ. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും വീണു പോവില്ല. ഇന്നറിയാം, ഇന്ന് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പണ്ട് മദനിയുടെ ഒരു കഥ കേട്ടിട്ടുണ്ട്. മദനി പറഞ്ഞു, അതായത് നബിയുടെ ഒരു സദസ്സിൽ നബിയെ ഇകഴ്ത്തുന്ന ഒരാൾ വന്ന് കള്ളു കുടിച്ചിട്ട് വന്ന് ബഹളമുണ്ടാക്കി. അവിടെ ഇരിക്കുന്ന സഹാബാക്കളൊക്കെ ചോദിച്ചു, ഞങ്ങളവനെ കൈകാര്യം ചെയ്യട്ടെ. നബി പറഞ്ഞു വേണ്ട. അങ്ങനെ അവസാനം അവൻ പോകാതായപ്പോൾ ഈ ബഹളമുണ്ടാക്കുന്നവൻ്റെ മകൻ നബിയോട് ചോദിച്ചു, ഞാൻ എൻ്റെ വാപ്പയെ കൈകാര്യം ചെയ്യട്ടെ. നബി ഒന്നും പറഞ്ഞില്ല. ഇയാൾ എണീറ്റ് പോയി സ്വന്തം വാപ്പയുടെ തല വെട്ടി താഴെയിട്ട് തുടിക്കുന്ന തല സ്വന്തം വാളിൽ കുത്തിക്കോർത്ത് നബിയുടെ മുമ്പിൽ കാഴ്ചവെച്ചുവെങ്കിൽ നബിയോടുള്ള സ്നേഹം എങ്ങനെ ആയിരിക്കണമെന്ന് പഠിപ്പിച്ച മദനി ഇത്തരം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് 19-20 വയസ്സ് തികയുന്ന യുവാക്കൾ ലോകത്തെ തിരിച്ചറിയാനുള്ള ബുദ്ധി തുടങ്ങിയിട്ടേയുള്ളൂ. എടുത്തുചാട്ടത്തിൻ്റെ ബൈക്കിൽ കൂടുതൽ മരിക്കുന്നതാരാണ്? അവറ്റകൾ. ഇത്തരം ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെയും സമൂഹത്തെയും അങ്ങേയറ്റം ദ്രോഹകരമായി ചെയ്യുമ്പോൾ അതിനെ പങ്കുവഹിക്കുന്ന ഇത്രയും ഉലമാക്കളും ഉസ്താദന്മാരും മദനികളും ഈ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ തീരാ ശാപം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ 2020 മുസ്ലിംസ് ഒരു വൈറലായ വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരു ഹിന്ദു ക്ഷേത്രത്തിന് മുമ്പിൽ മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ ഈ ഫ്രഞ്ച് എലമെൻറ്റ് അവിടെ വന്ന് ആ ക്ഷേത്രം ആക്രമിക്കാതിരിക്കാൻ വേണ്ടി കാവൽ നിന്നു എന്നുള്ളത് ഞാൻ കണ്ടു. ആ വീഡിയോ അതാണ് 2020. ഗതികെട്ടാൽ 2020 രംഗത്ത് വരണം, ഇവർ വരുത്തും എന്നുള്ളതാണ്. അതായത് ഒരു പ്യൂ റിസർച്ചിൽ പറയുന്നുണ്ട്, മതം വിട്ട മുസ്ലിംസിനെ 78% അഫ്ഗാനിസ്ഥാനിൽ പറഞ്ഞത് കൊല്ലണം എന്നാണ്. എന്നാൽ കസക്കിസ്ഥാനിൽ പറഞ്ഞത് 1% ആളുകളാണ്. മുസ്ലിം തീവ്രവാദം അങ്ങേയറ്റം തലപൊക്കി നിൽക്കുന്ന, അതിൻ്റെ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ 78% ആളുകൾ പറയുകയാണ് തീവ്രവാദം 2020 കസക്കിസ്ഥാനിൽ പറയുന്നു വേണ്ട. ഇത് ഈ ISIS കേരളത്തിൻ്റെ ചുവരിൽ എഴുതപ്പെടുന്നത് ഇവർ യഥാർത്ഥ ഇസ്ലാമല്ല, അവരാണ് യഥാർത്ഥ ഇസ്ലാം. ഗ്രന്ഥത്തെ അതേപടി സ്വീകരിച്ച് ആനയിച്ച് നടപടിയിൽ കൊണ്ടുവരുന്നവരാണ് അവർ. ഖുർആൻ ഇത്തരത്തിൽ ഒരുപാട് പ്രബോധനങ്ങൾ നടത്തുന്നുണ്ട്, മറിച്ചുമുണ്ട്. അതായത് 1400 2020 അനുകൂലമായി വ്യാഖ്യാനിക്കുന്ന എല്ലാം വ്യാഖ്യാനമാണ്. വചനങ്ങളുണ്ട്. 88-ാമത്തെ സൂറയിൽ 21 മുതൽ 26 വരെയില്ല. ഞാൻ ലാസ്റ്റ് മാത്രം വായിക്കാം. എന്നാൽ പിന്തിരിയുകയും നിഷേധിക്കുകയും ചെയ്യുന്നവനെ അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നതാണ്. അള്ളാഹു ശിക്ഷിക്കും. നബീനെ അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹുവിന് കഴിവില്ലേ? അള്ളാഹുവിൽ സർവശക്തനായ അള്ളാഹു അല്ലേ? നിങ്ങൾ ശിക്ഷിച്ചാൽ എത്ര കാലം ശിക്ഷിക്കാൻ പറ്റും? തൂക്കിക്കൊല്ലുന്നവനെ നിങ്ങൾ ഒരു പ്രാവശ്യമല്ലേ തൂക്കിക്കൊല്ലൂ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഇതെന്തുകൊണ്ട് അണികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്.
ഈ ഖുർആൻ ആയത്താണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ പഠിപ്പിക്കാൻ 14002020 ആയി മാറും എന്നുള്ളതാണ്. 9-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ വാക്ക്, അവർ മാപ്പർഹിക്കാത്ത കുറ്റവാളികളാകുന്നു, അന്യമതസ്ഥർ. ഇത് നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രന്ഥത്തിൻ്റെ പുറകെ പോകരുത് എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ചെയ്യുന്നത് ഇതിന് വളമിട്ട് കൊടുക്കലാണ്. ഗ്രന്ഥത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഗ്രന്ഥമറിയില്ല, ഇസ്ലാമിക ചരിത്രമറിയില്ല. അത്രത്തോളം നല്ലത് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ IS ആകാം, അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കാം. രണ്ടിൽ ഒന്ന് സംഭവിക്കും എന്നുള്ളതാണ്. ഇനി ഹദീസുകളുണ്ട്. അതായത് അലി ഇസ്ലാം വിട്ടുപോയ കുറേ ആളുകളെ കൊന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞത് അലി അവരെയൊക്കെ ചുട്ടുകൊള്ളുകയാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞത് അങ്ങനെ ചുട്ടുകൊന്നത് ശരിയായില്ല, കാരണം അത് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷയാണ്, കൊല്ലണമായിരുന്നു എന്നത്. ബുഖാരിയിൽ പല ഭാഗത്തും 4:52:260 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലോകവ്യാപകമായി സോഷ്യൽ മീഡിയയിലും പ്രിൻ്റ് മീഡിയയിലൊക്കെ യേശുക്രിസ്തുവിനെ കളിയാക്കാൻ ഇനി എന്തെങ്കിലും പന്തയം വെച്ചാണ് ആളുകൾ കളിയാക്കുന്നത്. ഒരു മതനിന്ദാ കുറ്റം എവിടെയെങ്കിലും സൂചിപ്പിക്കാൻ പറ്റും? എവിടെയെങ്കിലും ഭ്രാന്തന്മാർ ഇതുപോലെ ഇളകിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും വാർത്താ പ്രാധാന്യം കിട്ടത്തക്ക രീതിയിലുള്ള യേശുക്രിസ്തുവിനെതിരെയുള്ള മതനിന്ദ അവർ പഠിച്ചു, പാഠം ഉൾക്കൊണ്ടു. പക്ഷെ ഇന്ത്യയിൽ പണ്ടൊക്കെ ചെയ്യാമായിരുന്നു. ചാർവാകനെ ചുട്ടുകൊന്ന പാരമ്പര്യമുണ്ട്, അത് മറ്റൊരു കാര്യം, പഴമ. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഭഗവാൻ കാലുമാറുന്നു. കേരളം കണ്ട ഒരു നാടകമാണ്. അതിന്ന് അരങ്ങേറ്റാൻ പറ്റുമോ? ഇന്ത്യയിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്ക് പഠിക്കുകയാണ്. മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് ഹിന്ദു RSS എന്നുള്ളതാണ്. നബി ഒരു യുദ്ധം ചെയ്തു, ബനു ഖുറൈള. അതിൽ ഒത്തിരി ആളുകളെ പിടിച്ചു. കിടങ്ങ് യുദ്ധം എന്ന് പറയപ്പെടുന്ന യുദ്ധം എന്നാണ് എൻ്റെ ഓർമ്മ. അവരോട് ആവശ്യപ്പെട്ടത് വെറുതെ വിടാം, നിങ്ങൾ മതം മാറണം. അവർ മതം മാറാത്തത് കൊണ്ട് പുരുഷന്മാരെ കുട്ടികളെയും വധിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളത് അവരുടെ ചരിത്രം പറയുന്ന കഥയാണ്. മതം മാറില്ല എന്ന ഒരൊറ്റ കാരണത്തിന് നൂറുകണക്കിന് ആളുകളെ കിടങ്ങിൽ കൊന്നു വീഴ്ത്തിയ യുദ്ധചരിത്രം. അതൊക്കെ അന്നൊക്കെ സർവ്വസാധാരണം. മനുഷ്യൻ അടിമയാക്കി വെച്ച ഒരു കാലഘട്ടം. മറ്റുള്ളവൻ്റെ ജീവൻ, സ്വത്ത്, അവകാശം, വികാരം, വിചാരം ഇതൊന്നും കണക്കിലെടുക്കാത്ത ജനതയായിരുന്നു പണ്ട് എന്ന മഹിമയുടെ പൊള്ളത്തരമാണത്. പക്ഷെ അതൊക്കെ ചരിത്രപരമായി കണ്ടുകൊണ്ട്, ചരിത്രത്തിലെ തെറ്റുകളെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മൾ കടന്നു വന്ന വഴികളെ അങ്ങേറ്റം ബോധപൂർവ്വം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നിൽ ജീവിക്കാൻ, 2020 ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാകണം എന്നുള്ളതാണ്. IS ഒക്കെ ഇതൊക്കെ ചെയ്യാൻ കാരണം സ്വർഗത്തിൽ ഹൂറിയുണ്ട് എന്ന വചനമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തക്കതായ പ്രതിഫലം തരുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്നൊരു യൂട്യൂബ് സീരീസ് ഉണ്ടായി. അതിനെതിരെയുള്ള പ്രകടനത്തിലുമൊക്കെ 50 പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. യൂട്യൂബിൽ എന്തെല്ലാം പറയുന്നുണ്ട്, വ്യാപകമായി ഇനിയും പറയപ്പെടും. ഫേസ്ബുക്ക് പോലെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ നിയന്ത്രിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ 50-100 ഒക്കെ മരിച്ചു വീഴും. ജനസംഖ്യ കുറവാണെങ്കിൽ, ആൾ കൂടിയില്ലെങ്കിൽ 3 പേര് ദാരുണമായി കൊല്ലപ്പെടും എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ 87 മുതൽ 2017 വരെ മതനിന്ദാ കുറ്റം ചുമത്തി 1500 പേരെ അറസ്റ്റ് ചെയ്തു. 75 പേരെ ഇത്തരം ആളുകളെ ജനക്കൂട്ടം തല്ലിക്കൊന്നു എന്നുള്ളതാണ്. ഇവിടെ മതനിന്ദാ കുറ്റമാണ് ചുമത്തപ്പെട്ടത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തോ നോക്കൂ, ആ വ്യത്യാസം നോക്കൂ. സൽമാൻ റുഷ്ദി എന്നും അദ്ദേഹം ബ്രിട്ടനിൽ കഴിയുകയാണ്.
ഫത്വ പുറപ്പെടുവിച്ചില്ലേ ഖുമൈനി? എന്തായി എന്നിട്ട്? തസ്ലീമ നസ്രീൻ ഒരു ലജ്ജ എന്ന പേരിൽ ഒരു നോവൽ അവിടുത്തെ സമകാലീന ചരിത്രങ്ങളെ ആവാഹിച്ചെടുത്തുകൊണ്ട് എഴുതിയപ്പോൾ അതിൽ എന്ത് പ്രശ്നമാണ് അവരെ ജീവിക്കാൻ അനുവദിച്ചോ? വേട്ടയാടുകയാണെന്ന്. ഇവർക്ക് മറ്റുള്ളവരെക്കുറിച്ച് എന്തും പറയാം. മറ്റുള്ളവർ ഇവരെക്കുറിച്ച് പറഞ്ഞാൽ അത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അതിലെ തീവ്രവാദ വിഭാഗമെടുക്കുന്ന നിലപാടുകളാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ചെകനൂർ മൗലവി ചെരുപ്പ് മാത്രമാണ് ബാക്കി അവശേഷിപ്പിച്ചുകൊണ്ട് ആ മഹാൻ ഈ സമുദായത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആനിക വ്യാഖ്യാനങ്ങൾ ഒതുക്കി നിന്നുകൊണ്ട് ഇത്തരം കള്ള ഹദീസുകളെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ദൈവവിശ്വാസിയാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്തായി? ഫറൂഖ് കോയമ്പത്തൂരിൽ, അതും ഈ സോഷ്യൽ മീഡിയയുടെ ഭാഗമായി തന്നെയാണ്. നിങ്ങൾ ഒരു ഫറൂഖിനെ കൊല്ലുമെങ്കിൽ 1000 ഫറൂഖന്മാർ ജന്മമെടുത്തുകൊണ്ടിരിക്കും. കാലം മുമ്പോട്ട് സഞ്ചരിക്കുന്നു. 1400 നിങ്ങൾക്ക് തളച്ചിടാനാവില്ല എന്നുള്ളതാണ്. 2020 2021 2223 അങ്ങനെ പോകും. ഒരു ശക്തിക്കും അതിനെ തടയാനാവില്ല. മൊട്ടയടിക്കാൻ പറഞ്ഞാൽ ഇന്ന് മൊട്ടയടിക്കില്ല ആളുകൾ. പലിശ വാങ്ങിക്കരുതെന്ന് പറഞ്ഞാൽ കാറ് വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം, പലിശയിൽ കൂടി സാധിക്കൂ. കച്ചവടം ചെയ്യണം, ജീവിക്കണം. മതം പറഞ്ഞാൽ പട്ടിണിയായി പോകും. കുട്ടികളെ പഠിപ്പിക്കാനൊക്കില്ല. കോമ്പറ്റീഷൻ്റെ ഒരു ലോകത്ത് കോമ്പറ്റീറ്റീവായി നിൽക്കണമെങ്കിൽ സ്ത്രീകൾ രംഗത്ത് വരണം. അടച്ചിരുത്തിയ സ്ത്രീകൾ ഇന്ന് രംഗത്ത് വരുന്നുണ്ട്, എതിർപ്പ് പറയുന്നുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. മതം വിട്ടാൽ കൊല്ലണമെന്ന് പറയുന്ന ഒരു മതം. എൻ്റെ ബുദ്ധി കൊണ്ട് എനിക്ക് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നത് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ കൊല്ലണമെന്നും അത് പറയുന്ന ഒരു ഗ്രന്ഥം, ഒരു മതം ആളുകൾ പിന്തുടരണം. ഇന്നത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഒരു പോൾ പ്യൂറസിസ്റ്റ് പറഞ്ഞതല്ലേ, നടത്തിക്കഴിഞ്ഞാൽ 12 മുസ്ലിം മജോറിറ്റി രാജ്യങ്ങളിൽ മതം മാറുന്നവനെ കൊല്ലാൻ നിയമമുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഹ്യൂമൻ റൈറ്റ്സ് എത്രമാത്രം വിലമതിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ 2020 1400 അരങ്ങുവാഴുന്ന കാഴ്ച. 13 രാജ്യങ്ങളിൽ ഇത് ഇല്ലീഗലാണ്. അതുപോലെ ജൂതന്മാരെ പേരെടുത്തുകൊണ്ട് അവരെ വംശനാശം ചെയ്യാൻ പറയുന്ന, ആഹ്വാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥം ആരെ വെറുതെ വിടും? അങ്ങനെ ഗോത്രീയമായ എന്താ പറയുക വിരോധങ്ങളും പകകളും ഒക്കെ ആ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ്. നിലനിൽപ്പ്, വിശ്വാസം, ആചാരം, അതൊക്കെ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന നിലയ്ക്ക്, അതിൻ്റെ പ്രതിഫലനം എന്ന നിലയ്ക്ക് പരസ്പരം ആളുകൾ എന്തിന് 1ഉം 2ഉം ലോഹമഹായുദ്ധം നടത്തി നമ്മൾ ഈ നൂറ്റാണ്ടിലല്ലേ? ഇന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നോക്കുമോ? അത് അന്നത്തെ ഘട്ടത്തിൻ്റെ കാര്യം. അത് സുന്നത്തല്ല, അനുകരിക്കപ്പെടേണ്ടതല്ല. ആ ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്തരം ഒരു വിശ്വാസം വരുന്ന ഒരു വിശ്വാസി ആർക്കാണ് ദോഷമുണ്ടാകുക എന്നുള്ളത്. അത്തരം തന്നെ വിശ്വാസത്തിലേക്ക് ആളുകൾ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മറിച്ച് എന്ത് പറഞ്ഞാലും ബംഗ്ലാദേശിൽ 2013 മുതൽ 2016 വരെ സെക്യുലാരിസ്റ്റുകൾ, എത്തീസ്റ്റുകൾ, എഴുത്തുകാർ, ബ്ലോഗർമാർ, പ്രിൻറ്റിംഗ് പ്രസ്, പബ്ലിഷേഴ്സ്, ഫോറിനേഴ്സ്, ഹോമോസെക്ഷൽസ് ഇവരൊക്കെ ആക്രമിക്കപ്പെട്ടു എങ്കിൽ ഒരു ഗ്രന്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കാണിക്കുന്ന പേക്കൂത്തരങ്ങളാണ്. ഡാനിഷ് കാർട്ടൂൺ വിവാദം, ആ വിവാദം ഞാൻ ബാംഗ്ലൂരിൽ പറഞ്ഞില്ലേ, ഉലമ പറഞ്ഞത്, നബിയെ പറഞ്ഞാൽ മുസ്ലിങ്ങൾ വയലൻ്റ് ആകും. ഡാനിഷിലെ ഉലമാക്കൾ സംഘടിച്ചുകൊണ്ട് മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ പോയി കള്ളക്കഥ പ്രചരിപ്പിച്ചു. നബിയെ പന്നിയോട് ഉപമിച്ചുകൊണ്ടുള്ള ചിത്രമാണ് ഡാനിഷ് പത്രം അച്ചടിച്ചു വന്നു എന്ന് പറഞ്ഞത്. കള്ളമായിരുന്നു അത്. പിന്നീട് തെളിഞ്ഞു.
പക്ഷെ എന്തു പറ്റി? 250 ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ കാർട്ടൂൺ വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. അനിക്കോണിസം എന്ന് പറയും. അതായത് ചിത്രം വരയ്ക്കൽ, ചിത്രമെടുക്കൽ, പ്രത്യേകിച്ച് നബിയുടെയും അള്ളാഹുവിൻ്റെയും പാടില്ല എന്ന രൂഢമൂല വിശ്വാസം അതിനകത്തുണ്ട്. അത് ഇത്തരം കരിക്കച്ചർ വരുമ്പോഴൊക്കെ സടകുടിഞ്ഞ് നീക്കുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു പോരായ്മയാണ്. വിശ്വാസത്തിന് ഒരുപാട് പോരായ്മയുണ്ട്. അതിൻ്റെ ഭാഗമായി വരുന്നത് തന്നെയാണിത് എന്നുള്ളതാണ്. തീവ്രവാദ പ്രവർത്തനത്തിന് ഒരു കാര്യമുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കുന്ന ശക്തിയേക്കാൾ അത് പ്രചരിപ്പിക്കപ്പെടുന്ന ശക്തി വളരെ വലുതായിരിക്കും. 3 പേർ മരിച്ചു, 150 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അനുഭവിക്കുന്നത് ആരാണ്? ഒരു സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ, തെറ്റിദ്ധാരണയുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് തെരുവിൽ ആയുധവുമായി വന്ന ആളുകൾ. പക്ഷേ ആ സമുദായം തന്നെ അങ്ങേയറ്റം ദുഃഖിതരായിരിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ധാരണ ലോകത്തിന് കൊടുക്കുന്നത് എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിട്ട് നടപടിയെടുത്തില്ല എന്നാണ് പറയുന്നത്. നടപടിയെടുത്തില്ല തന്നെ വെച്ചു. എടുത്തോ ഇല്ല അറിയില്ല, ചിലപ്പോൾ എടുത്തിരിക്കില്ല. ബാംഗ്ലൂർ പോലീസാണ്. എന്തു വേണം? ആയുധമെടുത്ത് തെരുവിലിറങ്ങി പോലീസിനെ കൊണ്ട് അയാൾക്കെതിരെ നടപടിയെടുത്താൽ ആ 2 ഘട്ടത്തിനുമിടയ്ക്ക് സംഭവിക്കുന്ന വിഷയമാണ് ഇവിടെ സംഭവിച്ചത്. 150 നിരപരാധികൾ ജീവാന്തകാലം ദുരിതം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നിയമത്തിൻ്റെ മുമ്പിൽ മദനിയെപ്പോലെ എറിഞ്ഞു കൊടുക്കപ്പെട്ടു. 3 പാവപ്പെട്ട ജീവനുകൾ. ആ കുടുംബത്തിൻ്റെ തീരാ നഷ്ടം ആര് നികത്തും എന്നുള്ളതാണ്. എന്നിട്ട് എന്തു നേടി? ഒരു നവീനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതിന് മറ്റെന്തെല്ലാം വഴികളുണ്ട്. ഇനി വഴികളില്ലെങ്കിലോ ഇസ്ലാമിന് എന്ത് പറ്റും? മുസ്ലിംസിന് എന്ത് പറ്റും? വിശ്വാസത്തിന് എന്ത് പറ്റും? എത്ര പ്രചണ്ഡ പ്രചരണമാണ് അനുദിനം ഇസ്ലാമിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ ചഞ്ചലപ്പെടുത്താൻ ഇതൊക്കെ കൊണ്ടാവുമെങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്ക് വേണം. ചഞ്ചലപ്പെടുത്താൻ ഒക്കുമായിരിക്കാം. അത് സാവകാശം സംഭവിക്കുന്ന ഒരു വൻ പ്രക്രിയയാണ്. അത് തടസ്സപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല. പക്ഷെ പൊടുന്നവനെ ഉണ്ടാകുന്ന ഇത്തരം എടുത്തുചാട്ടങ്ങൾ സ്വീകരിച്ചാൽ ഭാവി വളരെയധികം ഇരുണ്ടതായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ കാര്യം, 20ഉം 21ഉം വയസ്സുള്ള ചിന്ത, മസ്തിഷ്കത്തിൻ്റെ പൂർണ്ണ വികാസം വന്നിട്ടില്ലാത്ത ബൈക്കിടിച്ചു മരിക്കുന്ന യുവാക്കളെ സംഘടിപ്പിക്കാൻ ഇത്തരം ഫ്രിഞ്ച് എലമെൻറ്റിന് സാധിക്കുന്നു എന്നുള്ളത്. അതിലൂടെ അവർ ചെയ്യുന്നത് സമൂഹത്തെ ഒറ്റിക്കൊടുക്കുക, തീരാ ദുഃഖത്തിലാഴ്ത്തുകയാണ്. മഹാകഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തിരുന്ന കാര്യം, ഇത്തരം സംഭവങ്ങൾ ഇന്നത്തെ ആ സമൂഹത്തിനകത്തുള്ള സമുദായത്തിനകത്തുള്ള ചെറുപ്പക്കാരെ ഇരുത്തി ചിന്തിക്കാൻ പ്രേരിപ്പിക്കാം. ഇതൊക്കെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം. അത്തരത്തിൽ തീവ്രവാദികളെ ഒറ്റപ്പെടുത്താൻ ഇത്തരം നീക്കങ്ങൾ സഹായിക്കുമെങ്കിലും പക്ഷേ ആ 3 സുഹൃത്തുക്കൾ, 150 സുഹൃത്തുക്കൾ, ആ 2 ഘട്ടത്തിനുമിടയ്ക്ക് സംഭവിച്ച ആ പിഴവ് ആര് നികത്തും എന്നാലോചിക്കുമ്പോൾ ഒരൊറ്റ കാര്യം പറഞ്ഞ് മതിയാക്കാം. ഇയാൻ ഹർഷി അലി പറയാറുണ്ട്, മിക്ക മുസ്ലിംസ് മദീനി മുസ്ലിംസ്. ഞാനതിനെ മാറ്റി പറയുകയാണ്, 1400 മുസ്ലിംസ്, 2020 മുസ്ലിംസ്. ആ സമുദായ അംഗങ്ങൾ 2020 എന്ന കളത്തിലേക്ക് മാറി നിൽക്കണം. അത് നിങ്ങൾക്കും സമൂഹത്തിനും രാജ്യത്തിനും രാജ്യ പുരോഗതിക്കും ഒക്കെ ഉതകുമെന്ന്. സമാധാനത്തിൻ്റെ പാത. കുരയ്ക്കുന്നവർ കുരയ്ക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുക. അവരുടെ കുരയിലിൽ നിങ്ങൾ വീണു പോകുമെങ്കിൽ നഷ്ടപ്പെടാൻ നിങ്ങൾക്കാണുള്ളത്. ചങ്ങലകൾ മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ എന്ന് പറയുന്നത് പോലെ
ഇവിടെ നഷ്ടം സംഭവിക്കുന്നത്. അത് ആ കുരയ്ക്കുന്നവരുടെ പ്രത്യേകതയിൽ അവരുടെ അരിത്തമാറ്റിക്കൽ നമ്പേഴ്സാണ് ഇവിടെ തീരുമാനമെടുക്കുന്നതെങ്കിൽ ഇന്ത്യയെ ഭരിക്കാനായി അവർക്ക് എന്നുള്ളതാണ്. CAA കൊണ്ടുവന്നു, ഇനി ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരും. എന്തു വേണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, ആയുധമെടുത്ത് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന ഈ ഫ്രഞ്ച് എലമെൻറ്റിന് കൂടെ പോണോ? മുസ്ലിങ്ങളെപ്പോലെ തന്നെ ഹിന്ദുക്കളിലെ ബഹുഭൂരിപക്ഷം വരുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെങ്കിലും പല ഭാഗത്തുമുണ്ട്. ന്യായത്തിനും നീതിക്കിനും വേണ്ടി ഒരു സമാധാന ലംഘനമുണ്ടായിക്കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അത് ബാധകമാണ്. ആ പ്രദേശത്ത് ജീവിക്കുന്ന ഓരോരുത്തരെയും അത് ബാധിക്കുമെന്നതുകൊണ്ട് സമാധാനത്തെ മനുഷ്യർ ഇന്ന് ഇഷ്ടപ്പെടും. സ്റ്റീവൻ പിക്കർ പറയുന്നുണ്ട്, ലോകം സമാധാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. ഇനി മാറുമോ എന്നറിയില്ല, പക്ഷേ ഇതുവരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമാധാനത്തിലേക്ക് വരാനുള്ള യത്നമാണ് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മരിച്ചുപോയ 3 പേരുടെയും ദുഃഖത്തിൽ ആ 150 ആളുകൾ അനുഭവിക്കാൻ പോകുന്ന കഷ്ടപ്പാടുകൾ അതോർത്തെങ്കിലും ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും ഇത്തരം യുവാക്കൾ ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾക്ക് തന്നെ ആഹ്വാനമുണ്ടല്ലോ, ചിന്തിക്കൂ എന്ന്. ദയവ് ചെയ്ത് വേണ്ട രീതിയിൽ ചിന്തിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നന്ദി, നമസ്കാരം.